ഞാൻ അത്ഭുതപ്പെട്ടു. എടോ താനെങ്ങനെ ഇത്, എനിക്കെന്താ, അത് ആ മൂർത്തിയുടെ ബലമാണ്. ഇപ്പോഴും നമ്മൾ ആ മൂർത്തിയുടെ ബലത്തിലാണ്. എത്ര കുടുംബങ്ങളിൽ ഈ കൈയും കാലും കണ്ണും മുമ്പില്ലാത്ത കുട്ടികൾ. നമ്മൾ പലതും കണ്ടു കഴിഞ്ഞാൽ ഭയന്നു പോകും. അവരിപ്പോൾ ചെയ്യുന്ന അനുഷ്ഠാനം പോലും എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. അവർ ചുരുക്കിയെന്ന് അവർ പറയുന്നത്, ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ അത് കണ്ടിട്ട് പേടിയാവുക. അപ്പോൾ ഇവർ ചുരുക്കാത്ത കാലത്ത് എന്തെല്ലാം ചെയ്തിട്ടുണ്ട്, എന്നിട്ട് പോലും ദുരിതം. കുറച്ച് ഈ കിഡ്നിയൊക്കെ ട്രബിൾ ആക്കുന്ന വിധത്തിലുള്ള എന്തെങ്കിലും ഒരു തരം ഔഷധക്കൂട്ടോ. അതെ 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 അതെ. കൈവശം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. അതെ അതെ അതെ. ഇത് ഇന്റേണൽ ഓർഗൻസിനെ ബാധിക്കുന്ന തരത്തിലുള്ള സാധനത്തിനെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഡൈജസ്റ്റീവ്, അതായത് പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്ത് പോകാത്ത തരത്തിലുള്ള വസ്തുക്കൾ അതാണ് ഉപയോഗിക്കുന്നത്. അത് കിട്ടിയിരുന്നെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും? ഗുരുത്വത്തിന് അത് ഉണ്ടായില്ല. അതെ അതെ. അത് ഈ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ആൾക്കാർ ചിലപ്പോൾ നമുക്ക് പല രീതിയിലും തരും. അത് നമുക്കറിയില്ല എങ്ങനെയാണിത് സംഭവം. ഒരു ദിവസം എനിക്ക് ഒരാൾ വിളിച്ചു, ട്രിവാൻഡ്രത്തുള്ള ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, രണ്ടുപേരുടെ പേര് പറഞ്ഞു. ആ രണ്ടുപേരുടെ പേര് എനിക്ക് വളരെ വേണ്ടപ്പെട്ടവരാ. അവരുമായിട്ട് എന്താ പ്രശ്നം? ഞാൻ അത്ഭുതപ്പെട്ടു. എടോ താനെങ്ങനെ ഇത്, എനിക്കെന്താ, അവരോട്ട് എനിക്ക് എന്ത് പ്രശ്നം? എൻ്റെ സുഹൃത്തുക്കളാണ്. എന്നാ സുഹൃത്തുക്കളല്ല കേട്ടോ. ഞാൻ കൊല്ലം ബസ് സ്റ്റാൻഡിലിരിക്കുമ്പോൾ എൻ്റെ തൊട്ട് സൈഡിലിരുന്ന് ഇവർ രണ്ടുപേരും നിങ്ങൾക്കെതിരെ എന്തോ പ്ലാൻ ചെയ്യുന്നു. എനിക്ക് നിങ്ങളെ അറിയാമെന്നോ അവർക്ക് എന്നെ ഒന്നും അറിയില്ല. പിന്നെ അവരെങ്ങനെയാണ് വിളിച്ചത്? മെൻഷൻ ചെയ്യുന്ന പേര് എൻ്റെ ആണെന്നുള്ളത് ഇദ്ദേഹം കേട്ടു. ഇവർ പരസ്പരം പേര് വിളിക്കുന്നുണ്ട്. എങ്ങനെ രാജേഷിന്റെ നമ്പർ കിട്ടി അവർക്ക്? അല്ല, ഈ രണ്ടുപേരും എനിക്ക് വേണ്ടപ്പെട്ടവർ, മറ്റേ ആളും എനിക്ക് വേണ്ടപ്പെട്ട ആള്. ഇവർക്ക് പരസ്പരം അറിഞ്ഞൂടാ. പരസ്പരം അറിയില്ല. നമ്മളെ നെറ്റ്വർക്ക് അവിടെ എല്ലാം കിടക്കും. ഇവർ രണ്ടുപേരിൽ നിന്ന് എനിക്കെതിരെ ഒരു ഗൂഢാലോചന സംസാരിക്കുന്നത് മറ്റേ അദ്ദേഹം കേട്ടു. സ്പോട്ടിൽ എനിക്ക് കിട്ടി. ഭഗവതി ഇരിക്കല്ലേ. അതിനുശേഷം ഉണ്ടായ ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ, ഇതിലൊരാള് വീട്ടിൽ പിന്നെ വന്നു. ഇവർ തമ്മിൽ സംസാരിച്ച വേർഡ് ഉണ്ടല്ലോ, ബൈ വേർഡ് ബൈ വേർഡ് ആണ് അയാൾ എന്നോട് പറഞ്ഞത്. ഞാൻ അതേ വേർഡ്സ് റിപ്പീറ്റ് ചെയ്തു. തകർന്നു പോയി, കാലെ പിടിച്ചു. എൻ്റെ പൊന്നു ചേട്ടാ, ഒരു അബദ്ധത്തിൽ അങ്ങനെ ചിന്തിച്ചു പോയെന്നേ ഉള്ളൂ. ചേട്ടാ എങ്ങനെ ഇതാ അറിഞ്ഞു? ഇപ്പോഴായിരിക്കും അവര് പറയുന്നത് എങ്ങനെയാ അറിഞ്ഞു. ആ അടുത്തിരുന്ന ആള്, അയാൾ ആ സമയത്ത് ആലോചിച്ച് നോക്കാം. ആ സമയത്ത് അയാൾ വരണം, ഇവർ തമ്മിൽ സംസാരിക്കണം, ഇത് കേൾക്കണം, എല്ലാം ഒത്തുവന്നില്ലേ? അതാണ് സമയം. നമ്മുടെ സമയം നല്ലതാണെന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ്. ശരി. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ. ഈ ശത്രുദോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് ആളുകൾ വരുന്നു. വാസ്തവത്തിൽ നമ്മുടെ ശത്രുദോഷത്തിന്റെ അളവ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നുമില്ല. എല്ലാവരുടെയും നമ്മുടെയിലാണല്ലോ വരുന്നത്. അപ്പം നമ്മൾ അവരോട് ഉപദേശിച്ചു കൊടുക്കും, ജപിക്ക്, നല്ലപോലെ നമശിവായ ജപിക്ക്, ശരിയാവും. ചെയ്യൂല. ഡോക്ടറെ കൊണ്ട് മരുന്ന് കഴിപ്പിക്കുന്ന അവർക്ക് താല്പര്യം. ശരി. അപ്പോൾ ഇതിൻ്റെ ചിലവ്, ഇതിനു വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയം, ആ സമയത്തിന് നമ്മൾ കൊടുക്കുന്ന വില, ഇതൊക്കെ തന്നാലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. സമ്പാദിക്കാനല്ല. അതെ 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 അതെ. കഞ്ഞി കുടിക്കണ്ടേ? അതെ അതെ അതെ. ഈ നല്ലൊരു ഉപാസന ബലം ഉണ്ടെങ്കിൽ ഒന്നും നമ്മളെ ബാധിക്കാതെ തിരിച്ചവർക്ക് കിട്ടും. വേറൊരാൾ നമ്മളെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ജനുവിനാണ്, നമ്മൾ യൂണിവേഴ്സൽ ലോ ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അല്ലേ, ഉറപ്പായിട്ട് അവർക്ക് തിരിച്ചു കിട്ടില്ലേ? 2018 വരെ ഈ അനുഷ്ഠാനത്തിൻ്റെ ബലം കൊണ്ട് ഇങ്ങനെ എല്ലാം തിരുവള്ളുവരപ്പൻ്റെ ബലത്തിൽ ഇങ്ങനെ, പക്ഷെ അതിന് ഭയം മാറിയ ഒരു സമയം വന്നു. അതായത് നമുക്ക് കിട്ടേണ്ട ഒരു വസ്തു, നമ്മൾ തേടി നടന്നൊരു സാധനം എന്താണെന്നറിയില്ല, ഇന്നതുപോലെ ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്ന ഒരു സാധനം വേറെ എവിടെയും അതിൻ്റെ അഡ്രസ്സ് ഇല്ലാതെ നമ്മുടെ കയ്യിൽ കിട്ടും. കിട്ടിയാൽ അതോടുകൂടി പേടി തീരും. ശരിയാ. അത് ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് ഒരു സ്ഥലത്തുനിന്ന് കിട്ടി. അത് കിട്ടി, അതിൻ്റെ ജപം പുരസ്കരണയും തീർന്നപ്പോൾ ഉണ്ടായ ഒരു ആത്മവിശ്വാസമുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് തീരുമ്പം 2020 ആയി, 2021 ആയി. അത് തീർന്നു കഴിഞ്ഞിട്ട്, അത് തീരുന്നതിന് മുമ്പുള്ള ഞാനും തീർന്നതിന് ശേഷമുള്ള ഞാനും അമ്പേ മാറിപ്പോയി. ശരിയാ. മുമ്പ് ക്രിയ കഴിക്കണം, ഉണ്ണിയപ്പം വേണം, അട വേണം, തെരളി ഉണ്ടാക്കണം, കടുംപായസം വേണം, മറ്റേ ശക്തിദണ്ഡ ഭദ്രകം പത്മ ഇടണം, അത് ഇതെല്ലാം ഒന്നുമില്ല. എന്താ ഉള്ളത്?
ഏത്തപ്പഴം മതി, എടുത്തു, നല്ലൊരു മതി, പത്മം ഉണ്ട് ഇല്ലേ ഇല്ല, ഉറുമ്പുല്ലും അക്ഷതം മതി, 4 ഇഷ്ടിക കൂട്ടി വെച്ചാൽ കുണ്ടായി. അതെ, ഞാനല്ല ചെയ്യുന്നു, പിന്നെ എന്തിനാ പേടിക്കാൻ? ശരി. ചവറടിച്ച് കൂട്ടി കത്തിച്ചാലും വരും, ഓമോണ്ടൊന്നും വേണമെന്നില്ല എന്നൊരു സാധനം ഉണ്ടാക്കി ആ ഒരു സംഭവം വരുമല്ലോ, അതിന് കാലങ്ങളെടുത്തു. എന്നുവെച്ചാൽ ഈ ഒരു എത്താൻ വേണ്ടി അത് കിട്ടി എല്ലാവരുടെയും കയ്യിൽ അത് ഉണ്ടാവും കേട്ടോ. ഞാൻ പറഞ്ഞത് എൻ്റെ അതെ 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 അത് കിട്ടുന്നവരെ മാത്രമേ ഈ മാന്ത്രികർ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് അവിടെയാണോ വിദ്യ, ഇവിടെയാണോ വിദ്യ, ശരി, അതാണോ ശരി, ഇതാണോ ശരി, അതുണ്ട് ഇങ്ങനെ. അപ്പോൾ അദ്ദേഹം എനിക്ക് തന്ന ഗുരുനാഥൻ എന്ന് പറയുന്നത് ആ മൂർത്തിയോട് കൂടിയാണ് തരുന്നത്. എന്ന് വെച്ചാൽ എനിക്ക് ഇത്ര വയസ്സായി, ഇനി ഈ മൂർത്തി എനിക്ക് ഇന്ന കാര്യത്തിന് വേണ്ട, മുക്തിക്ക് വെച്ചാൽ കാമ്യകർമ്മങ്ങൾ ചെയ്യുമ്പം മുക്തിക്ക് വിഘാതം വരും, അപ്പം അതുകൊണ്ട് എനിക്ക് ഇത് ആവശ്യമില്ല, അപ്പോൾ തനിക്കിത് ആവശ്യമുണ്ട്, എന്നാൽ ഇതെടുത്തു, അങ്ങനെ പറഞ്ഞു ഉപദേശിച്ചാണ്. 2-3 എണ്ണമൊക്കെ തന്നിട്ടുണ്ട്. അതിൽ അത് പുറത്തേക്ക് വിടണ്ട, ബാക്കി സംസാരിക്കാം. എന്തായാലും അങ്ങനെ ഒരു സംഭവം ഏറ്റവും വലിയ ഭാഗ്യമാണ്, ജീവിതത്തിലെ നിയോഗമാണ്. ഇത്രയും അന്ന് എനിക്ക് അതിനുശേഷം വന്നതിന് മുമ്പും മന്ത്രദീക്ഷകൾ തന്ന കാര്യങ്ങൾ ഉപദേശിച്ച ആചാര്യന്മാരെല്ലാം ഉണ്ട്. അവരെല്ലാം പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, അത് ഈ ഒരു കാര്യമുണ്ടല്ലോ ഇതിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യേണ്ടത്. ശരിയാ, എല്ലാവരും അതിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യേണ്ടത്. അത് കിട്ടിയപ്പം എനിക്ക് ക്രിയകൾ ഈസിയായി, പേടിയില്ലാണ്ടായി. 64,000 സംഖ്യ ഹോമം എന്ന് പറയുന്നത് 640 മതി എന്നുള്ളതായി. അത് ആ മൂർത്തിയുടെ ബലമാണ്. ഇപ്പോഴും നമ്മൾ ആ മൂർത്തിയുടെ ബലത്തിലാണ്. എന്നുവെച്ചാൽ ബാക്കിയുള്ളതെല്ലാം ഉണ്ട്, എല്ലാം ഉണ്ടെങ്കിലും ഇതുണ്ട്. ഇതുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇത്രയും സാധിക്കുന്നത്. പിന്നെ അന്നും ഇന്നും ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് നമ്മുടെ ദേശദേവതയായിരുന്ന തിരുവള്ളൂരപ്പനുണ്ട്, വാമനമൂർത്തി. ഞാൻ ആ കാലത്ത് എൻ്റെ പുരസ്കരണ കാലയളവ് മുഴുവൻ ഞാൻ അവിടെ ഇരുന്നാണ് ജപിച്ചത്. അപ്പം അന്ന് കിട്ടിയ ആ ഒരു വൈഷ്ണവ ബലം, അടിസ്ഥാനപരമായിട്ട് കിട്ടിയ വൈഷ്ണവ ബലം, അതിനി ഞാൻ മരിക്കുന്നത് വരെ പോകത്തില്ല. ഓരോ ക്രിയ കഴിയുമ്പോഴും ഒരു നിശ്ചിത ഒരു സാധനം അത് ഞാൻ അവിടെ ചെയ്യും. അതുകൊണ്ട് എന്താ വെച്ചാൽ എനിക്ക് ഇത്രേ ഉള്ളൂ, എപ്പോൾ നോക്കിയാലും ദൈവാധീനം വേണം. അതെ അതെ. അപ്പോൾ ചിലപ്പോൾ ഞാൻ 2 ദിവസം ഒരു ക്രിയ കഴിക്കാൻ എനിക്ക് പറ്റും, അപ്പോൾ നോക്കിയാലും കാണണം. ചിലപ്പോൾ പറ്റൂല, വന്ന് ഇരിക്കാനേ നേരം കിട്ടിയിട്ടുണ്ടാവുള്ളൂ. ശരി. അപ്പോഴും 2 പൂവെടുത്ത് ഇട്ട് സ്മരിക്കുമ്പം അവിടെ കാണണം. അതായത് എനിക്ക് പറ്റുമ്പോൾ ഞാൻ പായസം ഉണ്ടാക്കും, എനിക്ക് പറ്റിയില്ലെങ്കിൽ ഞാൻ 4 ഉണക്കമുന്തിരി തരും. അപ്പോഴും ദൈവാധീനം ഉണ്ടാവണം, അപ്പോൾ അവിടെ കാണണം. രണ്ടും തമ്മിൽ വ്യത്യാസം കാണിക്കരുത്. ശരി. പക്ഷെ അത് ഇന്ന് വരെ ഇത് ഇൻ ഷോർട്ട് ഞാൻ പറയാം, ഗുരുത്വം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അതെ അതെ അതെ, അതുണ്ടായാൽ മതി, വേറെ ഒന്നും പ്രത്യേകിച്ച് ഇല്ല ഇതിനകത്ത്. ഗുരുത്വമുള്ള ആളുകൾ പോയി ഇരുന്നാൽ ചിലപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ക്രിയ കഴിക്കുന്നത് ഒന്നും വേണ്ടി വരില്ല ചിലപ്പോൾ. ശരി. എന്തായാലും സന്തോഷം തിരുമേനി, കാരണം രാജേഷിയായിട്ട് ഇത്രയും സംസാരിക്കാൻ പറ്റിയതിലും. കാരണം ഒരുപാട് പേർക്ക് ഇന്ന് വലിയൊരു ലെസണാണ് കിട്ടിയിരിക്കുന്നത്. അതായത് പേടി കൊണ്ട് ഉപജീവന മാർഗം ഈ മന്ത്രവിദ്യയിലും തന്ത്രവിദ്യയിലും നടത്തിക്കൊണ്ടുപോകുന്ന ഒരുപാട് ആൾക്കാരുള്ള സ്ഥലമൊക്കെ അല്ല. അതായത് എൻ്റെ കുടുംബം നോക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പൂജ ചെയ്യണം എന്ന് വിചാരിച്ച് പോകുന്ന ആൾക്കാർ ഒരു ബാധയെ 2 കൈയും സ്വീകരിച്ചിട്ട് ബാധയെ ഒഴിപ്പിക്കാൻ തയ്യാറാകുന്നു, പൈസ മേടിക്കുന്നു, തിരിച്ച് പണി കിട്ടുന്നു, വീണ്ടും പേടി. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇവരെല്ലാം എത്ര ഇല്ലങ്ങൾ നശിച്ചു, ഒരുപാട് മന്ത്രവാദം കൊണ്ട് നശിച്ച തറവാടുകൾ, ഇല്ലങ്ങൾ, എത്ര കുടുംബങ്ങളിൽ ഈ കൈയും കാലും കണ്ണും മൂക്കില്ലാത്ത കുട്ടികൾ. അതെ 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 അതെ. നമ്മൾ പലതും കണ്ടു കഴിഞ്ഞാൽ ഭയന്നു പോകും. അവരിപ്പോൾ ചെയ്യുന്ന അനുഷ്ഠാനം പോലും എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വരെ അവർ ചുരുക്കിയെന്ന് അവർ പറയുന്നത്, ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ അത് കണ്ടിട്ട് പേടിയാവുക. അപ്പോൾ ഇവർ ചുരുക്കാത്ത കാലത്ത് എന്തെല്ലാം ചെയ്തിട്ടുണ്ട്, എന്നിട്ട് പോലും ദുരിതം. ഇവർ ചെയ്ത കർമ്മഫലം കൊണ്ടല്ലേ. കാമ്യമായ കർമ്മങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ടോ. ഘാതകങ്ങൾ വിവർജ്യങ്ങൾ ജപിച്ചാൽ നാശമുണ്ടാകുന്നതാണ്. അത് പ്രോപ്പറായിട്ടുള്ളൊരു ഗുരുപദേശം ഇല്ലാതെ അല്ലല്ല, എല്ലാം കൃത്യ പരമ്പരകളാണ്, അറിയാതെ കയറി ഏൽക്കുന്നതാണ് ഓരോ കേസും. അപ്പോൾ ഈ നമുക്ക് ഇത്രയ്ക്കല്ലേ ആയുള്ളൂ. മറ്റത് എത്ര തലമുറയുടെ ബലം കിടക്കുക, പ്രശ്നങ്ങൾ കിടക്കുക. അതിന് അവനവൻ്റെ നോക്കാൻ നേരം കിട്ടൂല. ശരിയാ, മനസ്സിലായില്ലേ? ചൊറിയുടെ വൈദ്യൻ്റെ കാര്യം പറഞ്ഞ പോലെ നാട്ടുകാരുടെ എല്ലാം ചൊറിക്ക് ചികിത്സിച്ചു. പുള്ളിയുടെ കയ്യിൽ 2 കൈയിലും കാലിലും എല്ലാം ചൊറി, പുള്ളിക്ക് അത് മരുന്ന് വയ്ക്കാൻ നേരം കിട്ടും എന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ അവസ്ഥ പറയുമ്പോൾ. നാട്ടുകാരുടെ നമ്മളിപ്പോൾ ഇരിക്കട്ടെ,
ഇങ്ങനെ ആ നോക്കാം 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 എന്നിങ്ങനെ വെക്കും. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ആവാഴ്ച അവിടെ വയ്ക്കും, പിന്നെ കൊണ്ടുവന്ന് കഴിക്കും, അവിടെ ഇരിക്കും ഒരാഴ്ച. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരും, അതൊന്നും ഓർക്കൂല ചിലപ്പോൾ. എന്തായാലും ഈ നല്ല രീതിയിൽ അവനവന് അർഹിച്ച സാധനങ്ങൾ എടുത്ത് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഈ പറയുന്ന എല്ലാം കയറി ഏറ്റിട്ട് ഞാനത് മാറ്റിക്കൊടുക്കാം എന്നൊരു സംഭവത്തിലേക്ക് ഒരു രീതിയിലും ഇങ്ങനെയുള്ളവരുമായിട്ട് ഈ എനർജി ഡീൽ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഒരു പ്രൊവോക്കിംഗ് നേച്ചറോ അല്ലെങ്കിൽ അതാ ഞാൻ പറഞ്ഞ കൗശലം വേണം. ഈ മന്ത്രവാദ ക്രിയകൾക്കെല്ലാം കൗശലം വേണം. അത് ബാധയെ നമുക്ക് മനസ്സിലാവണം. നമ്മൾ കണ്ണിൽ കാണുന്നില്ലെന്ന് ആദ്യം മനസ്സിലാക്കണം. കണ്ണിൽ കാണുന്ന ഒരാളുടെ സ്വഭാവത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ശരിയാ. അപ്പം കണ്ണിൽ കാണാത്ത ഒന്നിൻ്റെ സ്വഭാവത്തെ എങ്ങനെ മനസ്സിലാക്കും? ശരി. അതിനാണ് ഈ ബ്രില്യൻസ് എന്ന് പറഞ്ഞ സാധനം. നമ്മൾ എന്നാലേ നമുക്കത് അതെന്താന്ന് മനസ്സിലായാലേ അതിനെ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. എന്തിനേയും ഇതിനെന്നല്ല എന്തിനേയും. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ പാസ്റ്റ് ലൈഫ് തെറാപ്പി, PLR, ഈ തീറ്റ ഹീലിംഗ്, പിന്നെ എന്തൊക്കെയോ തരത്തിലുള്ള സാധനങ്ങൾ ഇത് പഠിച്ചിട്ട് വരുന്നുണ്ട്. ഈ പലരുടെയും ഇപ്പം എനിക്കോ ഞാനോ അതുപോലെ ആളുകൾ പോയി ഇപ്പം അതിന് പരിഹാരം കഴിക്കുകയും സുഹൃതഹോമം കഴിക്കുകയും ഒക്കെ ചെയ്യേണ്ടി വന്നു. അതെ, PLR പഠിച്ചിട്ട് ഡ്രോമയിലാവുകയും പല ബാധകൾ ഇവരുടെ ദേഹത്ത് ഉണ്ടായിട്ട് വരുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേരുണ്ട്. പലരും വിളിച്ച് ചോദിക്കാറുണ്ട്. ഡിഫൻസ് ഇല്ല. അതെ, വേറെ പ്രതിവിധികളൊന്നും തന്നെ ഇല്ല. നേരെ കയറി അങ്ങ് അറ്റാക്ക് ചെയ്യുക. അതെ 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 അതെ. അവർക്ക് അറിയില്ല എന്നുള്ളതാണ് സംഭവം. ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യുമ്പം അവർ വിചാരിക്കും എന്തോ ആയെന്നുള്ള സംഭവത്തിലാണ് പോകുന്നത്. അറിവില്ലായ്മയാണ്. കോഴ്സ് പഠിച്ച് കിട്ടുന്ന സാധനം അല്ല. അതെ അതെ. സാക്രിഫൈസ് ആണ് എല്ലാത്തിൻ്റെയും ബലം. അതെ, സാക്രിഫൈസ് ചെയ്യണം. ഒരാൾ ജില്ലാ കളക്ടറാണെന്ന് അയാളുടെ IAS എടുക്കാൻ വേണ്ടി അയാൾ 4, 5, 6 കൊല്ലം അയാളുടെ ഊണും ഉറക്കവും സുഹൃത്ബന്ധങ്ങളും സിനിമയും സകല സാധനവും കളഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സാക്രിഫൈസ് ആണ്. ശരി ശരി ഇല്ലേ? അതെ അതെ അതെ. പഴയ പള്ളിയിലച്ചന്മാർ അതെ നല്ല തപോബലം ഉണ്ടായിരുന്നു. എങ്ങനെ? സാക്രിഫൈസ് ആണ് ബ്രഹ്മചര്യം. ശരി. അതുപോലെ രാവിലെ 3:30-ക്കോ 4 മണിക്കോ എഴുന്നേൽക്കുക, കുളിക്കുക, പോവുക, പൂജ കഴിക്കുക, ഈ ഒരു സാക്രിഫൈസ് ഉണ്ടല്ലോ. ഈ ജപിക്കുക, ഈ മറ്റുള്ളവർ സുഖം അനുഭവിക്കുമ്പോൾ, ഉറങ്ങുമ്പോൾ, ഇരിക്കുമ്പോൾ, ഉണ്ണുമ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റാതെ എടുക്കുന്ന സാക്രിഫൈസ് ഇല്ലേ? ആ സാക്രിഫൈസാണ് ഇതിൻ്റെ ബലം. അത് രാവിലെ എഴുന്നേറ്റ് മസാല ദോശ തിന്നു, ഉച്ചയ്ക്ക് മറ്റേ കോഴി ബിരിയാണി തിന്നു, വൈകുന്നേരം ആയപ്പം ചായയും സമൂസയും കഴിച്ചു, രാത്രി ആയപ്പോഴത്തേക്കും കുറച്ച് ഇതൊക്കെ തട്ടി കിടന്നുറങ്ങി, 2 അടിച്ചു കിടന്നുറങ്ങി. അതുകൊണ്ടാണ് ഇവരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തത്. അങ്ങനെ ചെയ്ത ആളുകളെ നമുക്ക് അവസാനം അവരെ രക്ഷിക്കേണ്ട ഗതികേട് വന്നിട്ടുണ്ട്. ശരി. അതായത് നമ്മളെ മന്ത്രവാദി എന്ന് വിളിച്ച് കളിയാക്കിയിരുന്ന ആൾക്കാരെ നമുക്ക് പോയി രക്ഷിക്കേണ്ട അവസ്ഥ വരും. ഒറ്റ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ, അന്ന് അവർ ടൈ ഇവിടെ കെട്ടും, നമ്മളത് വേറെ സ്ഥലത്താണ് കെട്ടിക്കൊണ്ട്. അതേ ഉണ്ടായിരുന്നുള്ള വ്യത്യാസം. ചെയ്യുന്ന പണിയൊക്കെ ഏതാണ്ട് ഇതൊക്കെ തന്നെ. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പം വണ്ടി നിന്നുപോയി, മുന്നോട്ട് പോകണ്ടായി. കാരണം ഇവർക്കുള്ള ബാധ നാട്ടുകാർക്കില്ലണ്ടായി. ശരി. നാട്ടിലെ സകല ബാധ ഇവിടെ ഉണ്ട്. എന്തായാലും സന്തോഷം രാജേഷ്. അതായത് ഒരുപാട് പേർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇത് കിട്ടിയിരിക്കുന്നത്. അതായത് എന്ത് ചെയ്യണം ചെയ്യേണ്ട എന്നുള്ളത് അവരുടെ വ്യക്തിപരമായി തീരുമാനിക്കുക, ഒരു പ്രൊവോക്കിനും പോകാതിരിക്കുക, ഗുരുപരമ്പരയിൽ വിശ്വസിക്കുക, ഗുരുത്വത്തോടെ മുന്നോട്ട് പോവുക. നല്ലതേ വരുള്ളൂ. നന്ദി.